ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെങ്കിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് മിനി ബ്ലോഗാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇപ്പോൾ പോകുന്നത് ഏട്ടത്തിൻ്റെ വീട്ടിലേക്കാണ്. പക്ഷേ ഏട്ടത്തിൻ്റെ വീട്ടിൽ എത്തിയ ശേഷം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു മക്കാമുണ്ട്. അപ്പോൾ മക്കാമിൽ മജ്‌ലിസിനൂറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അന്ന് ചീരണി പത്തലും ബീഫ് കറിയാണ്. അപ്പോൾ അത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരത്തെ പോകുന്നത്. നമ്മൾ 2-3 വീട്ടിൽ നിന്ന് അങ്ങനെ ചുട്ടിട്ട് കൊണ്ടുപോവാണ്. പിന്നെ കറി മുത്തമ്മൻ്റെ മോളി താത്തൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ കറി വെക്കുന്നത്, ബീഫ് കറി. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരത്തെ പോകുന്നതാണ്. പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് വന്ന് വീട്ടിൽ നിന്ന് നോമ്പ് പറയുകയാണ് കേട്ടോ. അപ്പം വീട്ടിൽ ആരുമില്ല, ഉമ്മയും ഞാനേ ഉള്ളൂ. സിനാന് പിന്നെ ഗ്രൗണ്ടിൽ നോമ്പ് പറയുകയാണ്. നിഷാദ് അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. നോമ്പ് കുറിച്ചതിന് ശേഷം നമ്മളെല്ലാവരും അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അനിയത്തിൻ്റെ ഭർത്താവ് ഗൾഫിലേക്ക് പോകാൻ കേട്ടോ. വീട്ടിൽ നിന്ന് നോമ്പ് കുറിച്ചതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. മക്കളൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ 3 പേരാകുമ്പോൾ എന്തോ ബോറാണ് കേട്ടോ. ആരും ഇല്ലാത്ത പോലെ ഉണ്ട്. 2 ഉണ്ടെങ്കിൽ കുറച്ച് ഒച്ചപ്പാടൊക്കെ ഉണ്ടാവും കേട്ടോ. നോമ്പൊരിക്കുന്ന സമയത്തൊക്കെ നല്ല അരങ്ങായിരിക്കും. നോമ്പൊരി നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോകണം. ഉമ്മയും മാമയും കുറച്ച് നേരത്തെ പോയി. ഞാനും സിനിമ ഇപ്പോൾ പോകുന്നത്. അങ്ങനെ അനിയത്തിൻ്റെ വീട്ടിലെത്തി കേട്ടോ. ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസിലെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. അനിയത്തിൻ്റെ വീട്ടിൽ പോയ സമയത്തൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവുമായിരിക്കും. പിന്നെ ഇവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും നല്ല ടെൻഷനിലാണ് കേട്ടോ. അനിയത്തിൻ്റെ മക്കളൊക്കെ ഒരു ഉപ്പ പോകുന്നതല്ലേ, ഇവിടുന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഏട്ടത്തിൻ്റെ മക്കളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ചിരിച്ച് കളിക്കുന്നുണ്ട്. പോകുന്ന സമയത്ത് അവരെ കരച്ചിലൊന്നും കാണാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് സങ്കടമായിരുന്നു കേട്ടോ. സുഫിയിലൊക്കെ കരഞ്ഞിട്ട് ഒന്നും പറയാനും കഴിയുന്നില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. നെയ്ച്ചോറും ചിക്കൻ കറിയും പത്തലും കുറുമക്കറിയും അതൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കിയത്. പിന്നെ അവരെല്ലാവരും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. മക്കളും അനിയത്തിൻ്റെ ഭർത്താവും ശ്യാമ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ച ശേഷം പിന്നെ അപ്പനെ അവർക്ക് ഇറങ്ങേണ്ട ടൈമായിട്ടോ. ഇതാണ് കേട്ടോ അനിയത്തിൻ്റെ ഭർത്താവ്. എനിക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ വലുതായിട്ട് വീഡിയോ ഒന്നും ഇടാറില്ല. ഇങ്ങനെ എപ്പോഴും വീഡിയോ ഇടാറില്ല കേട്ടോ. പിന്നെ അവരൊക്കെ ഇറങ്ങിയ ശേഷം പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.